എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 27 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് റേഷന്റെ കാര്യമാണ്. ജൂൺ മാസത്തെ റേഷൻ ജൂൺ 30 കൂടിയിട്ട് അവസാനിക്കും. ജൂലൈ മാസത്തെ റേഷൻ ആരംഭിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങളെല്ലാം വരാൻ വേണ്ടി പോവുകയാണ്. കേന്ദ്ര സർക്കാർ AAY മഞ്ഞ റേഷൻ കാർഡിന്, അന്ത്യോദയ അന്നയോജന കാർഡിന് മൻമോഹൻ സർക്കാർ 2012 ഏർപ്പെടുത്തിയിട്ടുള്ള 35 കിലോ ഭക്ഷ്യധാന്യം പിൻവലിക്കുകയാണ്. ഇനി മഞ്ഞ കാർഡിലും ഓരോ വ്യക്തികളെ അനുസരിച്ചായിരിക്കും റേഷൻ ലഭിക്കുക. ഓരോ വ്യക്തിക്കും 7 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായിട്ടാണ് ലഭിക്കുക. 1-2 അംഗങ്ങളായിരുന്നു എങ്കിലും മുമ്പ് 35 കിലോ ഭക്ഷ്യധാന്യം ലഭിച്ചിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത്. അരിയും ഗോതമ്പുമാണ് സൗജന്യം. ഗോതമ്പ് 5 കിലോ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അതിൽ നിന്ന് 2 കിലോ ഗോതമ്പ് സംസ്ഥാന സർക്കാർ എടുക്കുകയും പകരം ആട്ട 7 രൂപയ്ക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. അതിലാണ് ഒരു മാറ്റം വരുന്നത്. ഒരു വ്യക്തിക്ക് എത്ര കിലോ അരി, ഒരു വ്യക്തിക്ക് കണക്കാക്കി 7 കിലോ ഭക്ഷ്യധാന്യം എന്നുള്ള രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റുകയാണ്. LPG സിലിണ്ടറുകളിൽ വലിയ മാറ്റമാണ് വരുന്നത്. വാണിജ്യ സിലിണ്ടറിന് 1000 രൂപ വരെ വിലക്കുറവ് വന്നേക്കും എന്നുള്ള റിപ്പോർട്ടാണുള്ളത്. 500 മുതൽ 1000 ഉള്ളിലായിട്ട് വില കുറയും എന്നുള്ളതാണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിനും വില കുറയുന്നതാണ്. LPG ഉപഭോക്താക്കൾ PNG ലഭ്യമാണ് എങ്കിൽ അതിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി ജൂൺ 30 കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ PNG പൈപ്പ് ലൈൻ കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ നിങ്ങളുടെ വീടിൽ പരിസരത്ത് ലഭ്യമാണ് എങ്കിൽ LPG കണക്ഷൻ ഉള്ളവർ അതിലേക്ക് മാറുകയും LPG കണക്ഷൻ ക്യാൻസൽ ചെയ്യുകയും വേണം. ഇല്ല എങ്കിൽ പിന്നീട് പിഴ നൽകേണ്ടി വരും. മറ്റൊന്ന്, ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലും മാറ്റം വരികയാണ്. HDFC ബാങ്ക് സ്വകാര്യ ഗോൾഡ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ ലോഞ്ച് സൗകര്യം ലഭിക്കുന്നതിന് 60,000 രൂപ ചെലവഴിച്ചിരിക്കണം എന്ന പുതിയ നിബന്ധന നിലവിൽ വന്നു. സിറ്റി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ജൂലൈ 15 കൂടിയിട്ട് ആക്സിസ് ബാങ്കിലേക്ക് മാറും. കാർഡ് നമ്പർ, പിൻ കാലാവധി, CVV നമ്പർ എന്നിവയിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ ആക്സിസ് ബാങ്കിന്റെ പലിശ നിരക്കുകളെ ഇത് ബാധിക്കുക തന്നെ ചെയ്യും. യെസ് ബാങ്കിലും മാറ്റങ്ങളുണ്ട്. യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് സൗജന്യ എയർപോർട്ട് ലോഞ്ചിങ് സൗകര്യം ലഭ്യമാകാൻ ഓരോ പാദത്തിലും 35,000 രൂപ ചെലവഴിച്ചിരിക്കണം. നേരത്തെ ഇത് 10,000 രൂപയായിരുന്നു. HDFC ബാങ്കിന്റെ ഇതിലും മാറ്റമുണ്ട്. സർക്കാർ പേയ്മെന്റുകൾ, ഇൻഷുറൻസ് പ്രീമിയം, ഇന്ധന പർച്ചേസ്, യൂട്ടിലിറ്റി പേയ്മെന്റുകൾ എന്നിവയ്ക്ക് ജൂലൈ 1 മുതൽ റിവാർഡ് പോയിന്റുകൾ ലഭിക്കില്ല എന്നും HDFCയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ളത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത്, തൊഴിലുറപ്പ് പദ്ധതി പിൻവലിച്ച് BBG റാംജി പദ്ധതി നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചത് അത് ജൂലൈ 1 മുതൽ നടപ്പിലാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉള്ളവർക്ക് പുതുതായിട്ട് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളത് പഞ്ചായത്തിൽ അന്വേഷിക്കേണ്ടി വരും. പുതിയ അംഗങ്ങൾക്ക് ചേരാനും സാധിക്കുന്നതാണ്. തൊഴിൽ ദിവസങ്ങൾ കുറയും എന്നുള്ളതാണ്. 100 ദിവസത്തിന് പകരം 125 ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും വ്യത്യസ്തമായി കൃഷി സീസണുകളിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ ദി റോസ്ഗാർ അജീവിക മിഷൻ BBG റാംജി എന്നാണ് പുതിയ പദ്ധതിയുടെ പേര്. ഈ പദ്ധതിയാണ് പുതുതായിട്ട് നടപ്പിലാവാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കുള്ള കേന്ദ്ര സംസ്ഥാന സ്കോളർഷിപ്പുകൾ ജൂലൈ 1 മുതൽ അപേക്ഷാ നടപടികൾ ആരംഭിക്കും. കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് നൽകുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് സെൻസസ് വീടുകളിലൂടെ എന്യൂമറേറ്റർമാർ വന്നുള്ള വിവരശേഖരണം ജൂലൈ 1 മുതൽ 31 വരെയാണ്. സ്വന്തമായിട്ട് വിവരങ്ങൾ നൽകാനുള്ള സമയം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 30 തീയതി വരെയാണ് സ്വന്തമായിട്ട് വിവരങ്ങൾ നൽകാൻ കഴിയുക. ജൂലൈ 1 മുതൽ 31 വരെ എന്യൂമറേറ്റർമാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. ആദ്യഘട്ടത്തിൽ വീടിന്റെയും ജീവിത ചുറ്റുപാടിന്റെയും വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ജാതി ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരി മാസത്തിലാണ് നടക്കുക. അപ്പോൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് എന്യൂമറേഷൻ ഫോം ഓൺലൈനായി പൂരിപ്പിച്ചിട്ടുള്ള ആളുകൾ എന്യൂമറേറ്റർ ID അവർക്ക് നൽകിയാൽ മാത്രം മതി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ജൂലൈ 1 മുതൽ പുതിയ സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികൾ ആരംഭിക്കുകയാണ്. നിരവധി പ്രഖ്യാപനങ്ങളാണ് 100 ദിന കർമ്മ പദ്ധതികളിലൂടെ ഉള്ളത്. സർവീസ് സഹകരണ സംഘങ്ങളിൽ നിന്നും സർവീസ് ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കുന്നതിലൂടെ വലിയ പലിശ ഇളവും ലോണിൽ തന്നെ ഇളവും നേടാൻ കഴിയും എന്നുള്ളതാണ് അറിയിപ്പ്. ഇതുപോലെ നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. കണക്ട് ടു അർത്ത് സ്കോളർഷിപ്പ് വീണ്ടും തുടരും ഈ പദ്ധതിയിലൂടെ എന്നും അറിയുന്നുണ്ട്.
സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല. ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയും അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള ആന്ധ്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുമായിട്ടും ഈ പദ്ധതി വിപുലപ്പെടുത്തുന്നതിനുമായുള്ള ചർച്ച നടത്തും. ഇതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ ലഹരിക്കെതിരെയുള്ള നടപടികൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുകയാണ്. പദ്ധതിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് തുടക്കമിടുന്നത്. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 1950നും 1987നും ഇടയിൽ ജനിച്ച ആളുകൾക്ക് പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഇനി ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതി എന്നുള്ളതാണ്. അതേസമയം പാസ്പോർട്ട് പൗരത്വം തെളിയിക്കുന്ന രേഖയായി കണക്കാക്കാനാകില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണം 24-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. 25-ാം തീയതിയൊക്കെ സജീവമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയുടെയൊക്കെ കുറവുണ്ട്. ആ ഒരു തുക ഉടനെ ലഭിക്കുന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. വീടുകളിൽ വിതരണം ചില സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസം ട്രഷറിയിൽ നിന്നും പണം ലഭ്യമായിട്ടുള്ള സർവീസ് സഹകരണ സംഘങ്ങളിലാണ് ഇപ്പോൾ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അല്ലാത്ത ആളുകൾക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പെൻഷൻ വിതരണം സജീവമായിട്ട് നടക്കും. 3-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. വീടുകളിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ളവർക്ക് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചു. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. നിലവിലുള്ള 36 പേജുള്ള പാസ്പോർട്ടിന് 1500 രൂപ എന്നുള്ളത് 2500 വർദ്ധിപ്പിച്ചു. 60 പേജുള്ള പാസ്പോർട്ടിന് 3500 നിന്നും 6000 രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 36 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 1500 നിന്നും 3500 രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 60 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 2000 നിന്നും 4000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പുതുക്കിയ ഫീസ് പ്രകാരം നഷ്ടപ്പെട്ടതോ കേടായതോ ആയിട്ടുള്ള 36 പേജുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിനും 5000 രൂപയും തൽക്കാൽ നിരക്ക് 6000 രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 60 പേജുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിന് 6000 രൂപയും 60 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 8500 രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് പ്രധാനമായും ഒരു യാത്രാ രേഖ മാത്രമാണ് എന്നും ഇത് ഇന്ത്യൻ പൗരത്വത്തിനുള്ള തെളിവല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പാസ്പോർട്ടിനുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 36 പേജുള്ള പാസ്പോർട്ടിന് 1750 രൂപയും കുട്ടികളുടെ താൽക്കാൽ പാസ്പോർട്ടിന് 4250 രൂപയുമായിരിക്കും. നഷ്ടപ്പെട്ടതോ കേടായതോ ആയിട്ടുള്ള കുട്ടികളുടെ പാസ്പോർട്ടിന് 4250 രൂപയും തൽക്കാലിന് 6750 രൂപയുമാണ്. ഇങ്ങനെയാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. അടുത്ത മാസം മുതൽ, അതായത് ജൂലൈ 1 മുതൽ ഈ പാസ്പോർട്ടിന്റെ വില വർധനവ് പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ജൂലൈ 1 മുമ്പ് അപേക്ഷ നൽകുകയാണ് എങ്കിൽ പഴയ ഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തേക്കുള്ള ശമ്പള വരുമാനങ്ങളുടെയും ഓഡിറ്റ് ആവശ്യമില്ലാത്തവരുടെയും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ശമ്പളമുള്ളവർ മൂലധന നേട്ടങ്ങൾ, സ്വത്തുക്കൾ എന്നിവയിൽ നിന്നുള്ള വരുമാനങ്ങൾ ITR 1, ITR 2 ഫോമുകൾ പൂരിപ്പിക്കണം. ഏപ്രിൽ ജൂൺ പദത്തിലെ TDS അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 7. ഇന്ത്യൻ റെയിൽവേയിലും പുതിയ മാറ്റങ്ങൾ വരികയാണ്. ജൂലൈ 1 മുതൽ യാത്രക്കാരെ കർശന നടപടികളിലൂടെ സ്വീകരിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പിഴ 250 നിന്നും 500 രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കായി സംവരണം ചെയ്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് 2500 രൂപ വരെ പിഴ ഈടാക്കും. ഒരാളുടെ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ ഉയർന്ന പിഴ ഈടാക്കും. എത്രയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ജനറൽ ടിക്കറ്റുമായി സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്താലും കർശന നടപടി നേരിടേണ്ടി വരും. അനധികൃത കച്ചവടം, ട്രെയിനുകളിൽ ഭിക്ഷാടനം, അസഭ്യ പെരുമാറ്റം, മദ്യപിച്ചുള്ള യാത്ര, ഭൂമിയിൽ അതിക്രമിച്ചു കയറൽ, അപകടകരമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുപോകൽ എന്നിവക്കും ഉയർന്ന പിഴ ചുമത്തുമെന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ജൂലൈ 1 മുതൽ ആധാർ അപ്ഡേറ്റിന് സൗജന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഡിലെ
മേൽവിലാസം അടക്കമുള്ള വിവരങ്ങൾ സൗജന്യമായിട്ട് ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ജൂലൈ 1 മുതൽ ഡിസംബർ വരെ സൗജന്യമായി പേര്, വിലാസം, ജനനതീയതി, ലിംഗഭേദം, മൊബൈൽ നമ്പർ, ഇമെയിൽ തുടങ്ങിയ വിവരങ്ങൾ ഈ കാലയളവിൽ യാതൊരു ഫീസും ഈടാക്കാതെ അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഓരോ അപ്ഡേഷനും 75 രൂപ നൽകേണ്ടി വരും. എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.